വിവാദമായ ഒരു കേസിലാണല്ലോ ആൾക്കാരെല്ലാം അഭിപ്രായം പറയുന്നത്. നമ്മൾ അഭിപ്രായം പറയുമ്പോൾ സത്യസന്ധമായിട്ട് ജഡ്ജ്മെൻ്റ് എടുത്ത് വെച്ച് പറയുക. ജഡ്ജ്മെൻറ്റിൽ നിങ്ങൾക്ക് സംശയമുള്ള ഭാഗം പറയുക. ഈ ഒരു ഫൈൻഡിങ് ശരിയല്ല, അങ്ങനെ എടുത്ത് പറയാൻ ഒന്നുമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദിലീപിനെ എതിർക്കുന്ന ആരും തന്നെ ജഡ്ജ്മെൻ്റ് ഉപയോഗിക്കുന്നില്ല. ജഡ്ജ്മെൻ്റ് കള്ളത്തരാണ്, ജഡ്ജി കള്ളിയാണ്, കള്ളനാണ്. ഇതാണ് അവരുടെ പോയിൻ്റ്. ജഡ്ജ്മെൻ്റ് എടുത്ത് സംസാരിക്കേണ്ടത്. എന്തുകൊണ്ട് കള്ളത്തരം? എവിടെയാണ് കള്ളത്തരം കാണിച്ചത്? ഇത് കണ്ട, ഇത് ക്രിസ്റ്റൽ ക്ലിയറാണ്. എന്നിട്ടും ഈ തെളിവ് അവർ അഡ്മിറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് പോലും ഇല്ല. ഇവർ 7 സ്ഥലത്ത് വെച്ച് ഗൂഢാലോചന നടത്തി എന്നാണ് പറയുന്നത്. ഈ 7 സ്ഥലത്തും ദിലീപും പൾസർ സുനിയും ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഗൂഢാലോചന നടത്തി എന്ന് തെളിയിക്കാൻ ഇവർക്ക് സാധിച്ചില്ല. അപ്പോൾ ഇവരെന്ത് പറഞ്ഞു? ഗൂഢാലോചന തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണെന്നല്ലേ ഉള്ളൂ. തെളിയിക്കാൻ പറ്റില്ല എന്നില്ലല്ലോ. എനിക്ക് ഈ ഗൂഢാലോചന തെളിയിക്കാൻ പ്രയാസമാണെന്നല്ല വലിയ വക്കീലന്മാർ തന്നെ പറയും. 120B ഗൂഢാലോചന തെളിയിക്കാൻ പ്രയാസമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അറിയാം. ഈ പ്രയാസമുള്ള കാര്യം പ്രയാസപ്പെട്ട് ചെയ്യേണ്ട ജോലിയാണ് പോലീസിനുള്ളത്. അല്ലാതെ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണപ്പോൾ എന്ന് പറഞ്ഞ് പോലീസുകാരൻ വെറുതെ ഇരുന്ന് എന്ത് ചെയ്യും? കേസൊക്കെ തെളിയിക്കാൻ പ്രയാസമൊക്കെയാണ്, പ്രതിയെയൊക്കെ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. തോടൊക്കെ ചാടി അയാളുടെ വീട് തന്നെ ഒരു ഏടാവിടം പിടിച്ച സ്ഥലത്താണ്, അവിടെ ഒന്നും പോകാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്യാം, അയാൾ ഇവിടെ വന്ന് കീഴടങ്ങട്ടെ, അന്നേരം ഞാൻ നോക്കാം, ഇങ്ങനെ പറഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുമോ? അപ്പോൾ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ ജോലിയാണ് ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതിന് തെളിവ് കണ്ടെത്തുക എന്നുള്ളത്. ഗൂഢാലോചന ഉണ്ടെങ്കിൽ തെളിവ് കണ്ടെത്തുകയും ചെയ്യും. ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ, പ്രയാസമാണ്, ബട്ട് കണ്ടെത്താം. ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത്യപൂർവമായിട്ട് ചിലപ്പോൾ രക്ഷപ്പെട്ടൊക്കെ പോയെന്ന് വരും. അതല്ലാതെയുള്ള ഗൂഢാലോചനകളൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്. ഈ ക്രിമിനൽ കേസുകൾ ക്ലോസ്ലി ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് അറിയാം. മറിച്ച് തർക്കിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗൂഢാലോചന തെളിയിക്കാൻ പരാജയപ്പെട്ട കേസുകളുണ്ട്. ഈ കേസുകൾ ഇവരുടെ മനസ്സിലിങ്ങനെ നിൽക്കും. എന്നിട്ടൊരു ഒപ്പീനിയൻ ഫോം ചെയ്യും. ഗൂഢാലോചനയാണോ, അതൊന്നും തെളിയിക്കാൻ നടക്കില്ലെന്നേ. സിനിക്കായിട്ട് മാറും ഉള്ളിൽ. നമ്മൾ ഈ ബസ് സ്റ്റോപ്പിൽ ചെല്ലുമ്പോൾ ബസ് കിട്ടില്ല, എപ്പോൾ വന്നാലും ഇങ്ങനെയാണെന്ന് പറയും നമ്മൾ. വാസ്തവത്തിൽ പലതവണ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയ സംഭവങ്ങൾ, നല്ല കാര്യങ്ങൾ മറന്നു പോവുകയും നമ്മളെ കുത്തി നോവിച്ച കാര്യങ്ങൾ ഓർമ്മ വയ്ക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ തലച്ചോറിനുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും കഴിഞ്ഞ കാലത്തെ വേദനകൾ മുഴുവൻ ഓർത്തു വയ്ക്കുന്നതും കഴിഞ്ഞ കാലത്തെ നല്ല അനുഭവങ്ങൾ ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ തന്നെ അത് വലിയ കാര്യമാണോ എന്ന് പറഞ്ഞ് തള്ളിക്കളയുക. ഇങ്ങനെ ഇതുപോലെയാണ് ഈ ഗൂഢാലോചന വക്കീലന്മാരൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഗൂഢാലോചനയാണ്, നടക്കില്ല. എത്രയോ കേസുകളിൽ ഗൂഢാലോചന തെളിഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ട്, ദിലീപ് കേസിൽ. ഇപ്പോൾ കൂട്ടബലാത്സംഗമായത് എങ്ങനെയാണ്? ഇവർ കൂട്ടമായിട്ട് പ്ലാൻ ചെയ്ത് ഒരാൾ ബലാത്കാരം ചെയ്തു, അങ്ങനെയാണ് കൂട്ടബലാത്സംഗമാകുന്നത്. അത് ഗൂഢാലോചനയാണ്. അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ശിക്ഷ കൺകറൻ്റായിട്ട് അനുഭവിച്ചാൽ മതി എന്ന് പറയുന്നതിനകത്ത് ഈ ശിക്ഷയുണ്ട്. അപ്പോൾ ഗൂഢാലോചന തെളിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഏത് വിധേനയും ദിലീപിനെ കുരുക്കുക അതൊരു നല്ല കാര്യമല്ല.